ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന യൂട്രൈൻ പ്രൊലാപ്സ് എന്നുള്ള കണ്ടീഷൻ 40 കഴിഞ്ഞുള്ള ചില സ്ത്രീകളിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവുക, യോനി ഭാഗത്തിൽ എന്തോ മുഴച്ചു നിൽക്കുന്ന പോലെ, ഇങ്ങനെ ചില കംപ്ലയിൻസ് ആയിട്ട് വരാറുണ്ട്. ഇതിന് യൂട്രൈൻ പ്രൊലാപ്സ് എന്നാണ് പറയുക. അതായത് ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ. ഇത് ആരിലാണ് കണ്ടുവരുന്നത്, എന്താണ് ഇത് വരാനായിട്ടുള്ള കാരണം, ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. സ്ത്രീകളിൽ യൂട്രസ് എന്ന് പറഞ്ഞ ഗർഭപാത്രം, യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചിക്കും അതേപോലെ തന്നെ വൻകുടലിൻ്റെ അവസാനത്തെ പോർഷൻ, ഇതിന് രണ്ടിനും നടുവിലായിട്ടാണ്, റെക്റ്റത്തിനും അതേപോലെ മൂത്രസഞ്ചിക്കും നടുവിലായിട്ടാണ് ഈ ഗർഭപാത്രം ഉള്ളത്. അധികം ആളുകളിലും 40 കഴിഞ്ഞ സ്ത്രീകളിൽ പ്രധാനമായിട്ടും ഈ നോർമൽ വജൈനൽ ഡെലിവറി കഴിഞ്ഞവർക്ക്, അതും സ്ത്രീകളിൽ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വരുന്ന അടുപ്പിച്ചുള്ള പ്രസവം, ഇത് കാരണം അവിടുത്തെ മസിലുകൾ ലൂസാവുകയും അതേപോലെ തന്നെ അവിടുത്തെ ലിഗമെൻറ്റുകൾ ലൂസാവുകയും ഇത് യോനി ഭാഗത്തിലൂടെ ഗർഭാശയത്തിനെ പുറന്തള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനെ യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയും. ഇത് ചിലർക്ക് സിസ്റ്റോസീൽ എന്ന് പറഞ്ഞതുണ്ട്. അതായത് ഈ യോനി ഭാഗത്തിലൂടെ മൂത്രസഞ്ചി പുറത്തോട്ട് വരിക. കാരണം ഈ മൂത്രസഞ്ചിയും അതേപോലെ തന്നെ ഗർഭപാത്രവും രണ്ടും അടുത്തടുത്തായിട്ടാണ് ഉള്ളത്. അടുപ്പിച്ചുള്ള പ്രസവങ്ങൾ യൂട്രസിനെ വീക്കാക്കും. യൂട്രസ് ആ ഒരു ഗർഭപാത്രം ആ ഒരു പൊസിഷനിൽ നിൽക്കാനായിട്ട് ലിഗമെൻറ്റുകളുടെയും അതേപോലെ തന്നെ ചില പേശികളുടെയും ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആർത്തവ വിരാമം അടുക്കുന്ന സ്ത്രീകളിൽ അതേപോലെ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഹോർമോണിൽ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവരുടെ ഈ പേശികൾക്ക് ഒരു അയവുണ്ടാവുകയും അത് കാരണം ഗർഭാശയം യോനി വഴിയെ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്യാറുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ പിന്നെയും മൂത്രം ഉള്ളിലുണ്ട് എന്നൊരു തോന്നൽ, അതേപോലെ ഇറ്റിറ്റായിട്ട് മൂത്രം പോവുക, മൂത്രം ഒഴിക്കുന്ന സമയത്ത് യോനി വഴിയെ ബലൂൺ പോലെ പുറത്തോട്ട് തള്ളപ്പെടാം. ഇതൊക്കെ ഈ യൂട്രൈൻ പ്രൊലാപ്സിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഗർഭാശയം താഴോട്ട് ഇറങ്ങുന്നുണ്ടാവും, എന്നാൽ അത് യോനി വഴിയെ പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ സെർവിക്സിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. സ്റ്റേജ് 1 എന്ന് പറയുന്നത്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഈ ഒരു ഗർഭാശയം എന്ന് പറയുന്നത് യോനിൻ്റെ ഭാഗത്തിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. അത് സ്റ്റേജ് 2 എന്ന് പറയും. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ യോനിയിൽ നിന്നും അത് പുറത്തോട്ട് വരികയും കൈകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മെക്കാനിക്കലി അത് ഉള്ളിലോട്ട് തള്ളിക്കയറ്റേണ്ട അവസ്ഥ വരാറുണ്ട്. അതാണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. സ്റ്റേജ് 4 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗർഭപാത്രം യോനി വഴിയെ പുറത്തോട്ട് ചാടുക. ഈ സ്റ്റേജ് 4 എത്തുമ്പോൾ അത് സർജിക്കൽ തന്നെ ആയിരിക്കും. സ്റ്റേജ് 3, സ്റ്റേജ് 4 ഇത് രണ്ടും സർജറി ചെയ്ത് മാത്രമേ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ 1ഉം 2ഉം സ്റ്റേജുകളിലുള്ളത് നമുക്ക് ചില എക്സസൈസുകളുണ്ട്. അതേപോലെ തന്നെ പെസറി ട്രീറ്റ്മെൻറ്റ് പറയാറുണ്ട്. പെസറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു റിങ് പോലെ, ഗൈനക്കോളജിസ്റ്റാണ് അത് ചെയ്യാറ്, ഒരു റിങ് പോലെ ഉള്ളിൽ നിർത്തി, മസിൽസിൻ്റെ അയവ് കാരണമാണല്ലോ ഈ ഒരു ഗർഭപാത്രം യോനി വഴി ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു റിങ് പോലെ അവർ പെസറി ഇട്ട് വെക്കാറുണ്ട്. സ്റ്റേജ് 1ഉം 2ഉം ഈ ഒരു കണ്ടീഷനിലുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു എക്സസൈസാണ് കീഗിൾ എക്സസൈസ് എന്ന് പറയുന്നത്. ഈ കീഗിൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂത്രം ഒഴിച്ചതിന് ശേഷം ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. മൂത്രം ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു സെൻസേഷൻ വരുമ്പോൾ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളിത് പിടിച്ചു വെക്കാറില്ലേ, അതുപോലെ നമ്മൾ ആ ഒരു പെൽവിക് മസിലിനെ മൊത്തം ഉള്ളിലോട്ട് വലിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം, അതിനുശേഷം അത് റിലീസ് ചെയ്യണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, ഒരു വട്ടം ചെയ്യലില്ല. നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അതല്ല ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഒരു 8-10 തവണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് അവിടുത്തെ മസിലുകൾ കുറച്ചുകൂടെ ടൈറ്റ് ആവാനും ഇത് യോനി വഴി ഈ ഒരു ഗർഭപാത്രം പുറത്തോട്ട് വരാതെ തടയാനും സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കീഗിൾ എക്സസൈസ് ചെയ്യുമ്പോൾ മൂത്രവിസർജനം ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാറ്. ആർത്തവ വിരാമമായ സ്ത്രീകൾ, അതേപോലെ അമിതമായിട്ടുള്ള വണ്ണമുള്ളവർ, വിട്ടുമാറാത്ത ചുമയുള്ളവർ, ഇവരിലൊക്കെയാണ് ഈ ഒരു യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം
പുറത്തോട്ട് തള്ളി വരുന്ന അവസ്ഥ കണ്ടുവരുന്നത്. നോർമൽ വജൈനൽ ഡെലിവറി കഴിഞ്ഞ സ്വപ്രസവം കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരിൽ കണ്ടിന്യൂസ് ആയിട്ട് ചുമയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചികിത്സിക്കേണ്ടതാണ്. കാരണം വിട്ടുമാറാത്ത ചുമ അവിടെ ഒരുപാട് പ്രഷർ നൽകുകയും അത് അവിടുത്തെ പേശികളെ ഒന്നുകൂടി അയഞ്ഞിട്ട് യോനി വഴിയെ അത് ഭാവിയിൽ പുറത്തോട്ട് ഈ ഗർഭപാത്രം തള്ളി വരാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇടവിട്ട് മാറാത്ത ചുമ ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ചിലർക്ക് പേശികൾക്ക് ഒരു വീക്ക്നെസ്, ജന്മനാ തന്നെ വീക്ക്നെസ് ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ അതിന് നമ്മൾ സപ്ലിമെൻ്റ് എടുക്കുകയും അതേപോലെ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഈ ഒരു ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇതിന് മരുന്നുകളുണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഇറങ്ങി വന്ന ഗർഭപാത്രത്തിന് മുകളിൽ കയറ്റാനായിട്ട് മരുന്നുകൾ ഇല്ല. എന്നാൽ ഇനിയുള്ള ഇറക്കം കംപ്ലീറ്റ് തടയാനായിട്ടും പേശികൾക്ക് ഒന്നുകൂടെ ഒരു മസിലിന് സ്ട്രെങ്ത് കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് മെഡിസിൻസും സപ്ലിമെൻറ്റ്സും ഒക്കെ തരാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ സജസ്റ്റ് ചെയ്ത ഒന്നാണ് ഈ കീഗിൾ എക്സസൈസ് എന്ന് പറഞ്ഞത്. ഭാരമുള്ള ജോലികൾ, അതായത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉണ്ടാവുമല്ലോ, ഒരുപാട് വെയിറ്റ് ഉള്ളത് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ മസിൽ അയവ് ഉള്ളവർക്ക് വെയിറ്റ് എടുക്കുമ്പോൾ അത് ബലൂണ് പോലെ പുറത്തോട്ട് തള്ളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒട്ടുമിക്ക ആളുകളും ലക്ഷണങ്ങളായിട്ട് പറഞ്ഞു വരുന്നത് തുമ്മുമ്പോൾ, അതേപോലെ നടക്കുമ്പോൾ, ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അത് പുറന്തള്ളി വരുന്നുണ്ട്, ചെറിയൊരു ബലൂൺ പോലെ യോനി ഭാഗത്തിൽ പുറന്തള്ളി വരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. സ്റ്റേജ് 4 സ്റ്റേജ് 3 വരെ എത്താറില്ല. അത് പണ്ടത്തെ കാലത്തൊക്കെയാണ്. അത് പറയാൻ ആളുകൾ, സ്ത്രീകൾ മടിച്ചിട്ട് അത് വെച്ച് കെട്ടി വെക്കുക, അത് കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവുക, അതൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ പറയുന്നുണ്ട്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് തുടക്കമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ അത് പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പോൾ ചിലർ യോനിയിലൂടെ പുറത്ത് വരുമ്പോൾ അത് പറയാൻ മടിച്ചിട്ട് അത് കെട്ടിവെക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ബാക്ടീരിയകൾ കൂടുതൽ വരും. അത് പിന്നീട് ഇൻഫെക്ഷൻ ആയിട്ട് കംപ്ലീറ്റ് നമുക്കത് യൂട്രസ് തന്നെ റിമൂവ് ചെയ്ത് എടുക്കേണ്ട അവസ്ഥ വരും. ഹിസ്റ്ററെക്ടമി ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. എപ്പോഴാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ നമ്മൾ കാണേണ്ടത്? ഈ ഒരു ഗർഭാശയം താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്നുള്ള സംശയം, അതിൻ്റെ ലക്ഷണങ്ങൾ, ഇനീഷ്യൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, മൂത്രം ഒഴിച്ചതിന് ശേഷവും പിന്നെയും മൂത്രസഞ്ചിയിൽ തന്നെ മൂത്രം തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, ചില സമയങ്ങളിൽ വേദന അടുപ്പിച്ചുണ്ടാവുക, അതേപോലെ ഹസ്ബൻഡിൻ്റെ കൂടെ കോണ്ടാക്റ്റ് ഉള്ള സമയത്ത് ഭയങ്കര വേദന ഉണ്ടാവുക, ഇതെല്ലാം തന്നെ ഈ ഒരു ഗർഭാശയം ഇറങ്ങി വരുന്നതിൻ്റെ തുടക്ക ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ മസിൽസൊക്കെ വീക്കാണോ സ്ട്രോങ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ഒരു എക്സാമിനേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. സ്റ്റേജ് 3യും സ്റ്റേജ് 4ഉം പ്യുവർലി സർജിക്കലായിട്ടേ പറ്റുള്ളൂ. അതിന് മുന്നേ ഉള്ള സ്റ്റേജുകളിൽ നമുക്ക് മെഡിസിൻസും അതേപോലെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകളും വെച്ച് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.